ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നില്ലേ നല്ല മഴ, കർക്കിടക മാസമല്ലേ, കർക്കിടം വാങ്ങിന്നില്ലേ നല്ല പിളിയ നല്ല കൊഞ്ചൻ ചെമ്മീൻ കിട്ടീന്. അത് കിട്ടീനപ്പോൾ രാത്രിയാണ് കിട്ടീനത്. അങ്ങനെ മഗ്‌രിബിന് ശേഷം മഗ്‌രിബിലെ നിസ്കാരം ഓത്തുമെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചില്ലേ നല്ല കൊഞ്ചൻ ചെമ്മീനല്ല, പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇങ്ങനെ എടുത്താകുമ്പോഴേക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്ന ബിരിയാണി എങ്ങനെയായിട്ട് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫോണും കൊണ്ട് കിച്ചണിലേക്ക് വന്നിട്ട് വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഞാൻ ഫസ്റ്റ് ചെമ്മീനെല്ലാം കഴുകിയിട്ടില്ല, നല്ലതുപോലെ കഴുകി വെച്ച് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടി, ഗരം മസാല ഫ്രൈ ആക്കിയിട്ട് എടുക്കണമല്ലോ ഫസ്റ്റ്. അങ്ങനെ അതെല്ലാം മിക്സാക്കിയിട്ട് ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. നല്ല വലിയ ചെമ്മീൻ, ചെറുതൊന്നല്ല. അങ്ങനെ ചെറിയ ചെമ്മീനിൽ നമുക്ക് ബിരിയാണി വെച്ച് അങ്ങനെ അത്ര ചെയ്യലുണ്ടാകുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. അപ്പോൾ പിന്നെ പിള്ളേർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ നമുക്കും കഴിക്കാം. പിന്നെ എപ്പം ഇങ്ങനെ കറി വെച്ചിട്ട് കഴിക്കുന്നൊരു പാങ്ങല്ലല്ലോ. അധികം ഞാൻ വലിയ ചെമ്മീൻ കൊഞ്ചം ഇങ്ങനെ ചെമ്മീൻ വലുത് കിട്ടിയെങ്കിൽ ഞാനില്ലേ പിന്നെ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെക്കൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ബിരിയാണി അങ്ങനെ വെക്കൽ തന്നെ ഞാൻ ഈസിയിൽ വെക്കും. പിന്നെ കുറേ ഇങ്ങനെ നീരുള്ളി തക്കാളി അങ്ങനെയെല്ലാം കായ്ച്ചിട്ട് ഇങ്ങനെ ഒന്നും വെക്കല്ല. ഞാനെല്ലാം മിക്സിയിൽ ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ, പിന്നെ നമുക്കില്ലേ വോയിസ് പിന്നെ ഡയറക്റ്റ് കൊടുത്തെങ്കിൽ മഴൻ്റെ എന്തും കേൾക്കാമല്ല. നല്ലൊരു മഴയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ പണിയെല്ലാം എടുക്കാൻ എന്തോ ഒരു ചെയ്യലല്ലേ. എനിക്ക് പൊതുവേ ഇഷ്ടം നല്ല മഴ പെയ്യുമ്പോഴേക്ക് നല്ല ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കണം, പിന്നെ സ്നാക്സ് ഉണ്ടാക്കണം, പിന്നെ ഇങ്ങനെ എന്തെല്ലാം ഇല്ലേ ഐറ്റം ചക്കലി മിച്ചർ അങ്ങനത്തെ ഇതെല്ലാം മയക്ക് കഴിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം. പിന്നെ ചൂടിൻ്റെ നാളിലൊന്നും അങ്ങനത്തെ ഒന്നും ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഇതെല്ലാം പോലെ മിക്സാക്കണം, നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. എല്ലായിടത്തേക്ക് നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ, ഇങ്ങനെ പറയണമെന്നില്ലല്ലോ. അങ്ങനെ പിന്നെ നല്ല ചട്ടി ഫ്രൈ പാന് ചൂടായതിന് ശേഷം എണ്ണ കൂട്ടിയിട്ട് നമുക്ക് ഓരോരോ ചെമ്മീനിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാനില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരു മയക്കല്ലിരിക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു എന്തായാലും ഒരു സാഡല്ല, ഒരു എവിടെ പോകാനും വരാനും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഫോണും കൊണ്ട് വെറുതെ ഇങ്ങനെ അപ്പോഴേക്ക് മീനെല്ലാം കൊണ്ടുവന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനെടുത്ത് കഴിഞ്ഞതാണ്. പിന്നെ അപ്പോൾ അവർക്ക് പിള്ളമാർക്കെല്ലാം എന്താ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇതാണ്. എന്തെങ്കിലും ഈ ഉമ്മാൻ്റെ എപ്പോൾ ഇനി ബിരിയാണിയെല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ട് ബിരിയാണിയെല്ലാം കിട്ടുമ്പോൾ അങ്ങ് കുറേ സമയമെല്ലാം കയ്യല്ലോ അതിൽ ഇങ്ങനെ പിള്ളേരെല്ലാം ഇതാക്കുന്നത്. ഞാൻ വീഡിയോ കൊണ്ട് വരുമ്പോൾ ഫോൺ കൊണ്ട് വരുമ്പോഴെല്ലാം എണ്ണ ചൂടായിട്ടാകുമ്പോഴേക്ക് നമുക്ക് ചെമ്മീനെല്ലാം ഓരോന്ന് ഫ്രൈ ആക്കിയിട്ടെല്ലാം എടുക്കാം. ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാം തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ അങ്ങനെ ചെമ്മീനെല്ലാം നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടെടുത്ത് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക്. ഇല്ലെങ്കിലേ ഇങ്ങനൊരു പച്ച മീൻ ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടാവും, അതത്ര ചേലാവില്ല. പിന്നെ നമ്മൾ മസാല അത്ര നല്ലതുപോലെ വേവിക്കുന്നൊന്നുമില്ലല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മീനിട്ടിട്ട് ഇതാക്കുന്നതല്ല. അങ്ങനെ ഞാനില്ലേ പിന്നെ എന്തെങ്കിലും നീരുള്ളിയെല്ലാം ഇല്ലേ നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ മീൻ മസാല, ഏകദേശം മീൻ മസാല ഞാൻ ഉണ്ടാക്കൽ. പിന്നെ നീരുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. ഇത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് അതേ പിന്നെ എണ്ണയില്ലേ ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് ഇങ്ങനെ ഈ നീരുള്ളി മിക്സിയിൽ അടിച്ചത് ഇട്ടിട്ട് കൊടുക്കും. അത് നല്ലതുപോലെ നല്ല പച്ചമണം പോലെ നല്ലതുപോലെ ചെള്ളിയിട്ട് ഇങ്ങനെ
ഇതാക്കിയിട്ട് കൊടുക്കണം. പിന്നെ അത് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെ അത് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂട്ടിയിട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ നല്ലതുപോലെ ഇതിൻ്റെ ഇല്ലേ ഞമ്മ എല്ലാം ഒരു പോലെയല്ല ഉണ്ടാവും. ഇപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴല്ലേ ഇത് വേറെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോഴേക്ക് ഇതാ ഹസ്ബൻഡില്ലേ എന്തോ കരിമീനാന്തോ പറഞ്ഞിട്ടില്ല അതിനെ ഫ്രൈ ആക്കുന്നുണ്ട്. അതും ഫ്രൈ വേണമെന്നില്ലിത് അങ്ങനെ കരിമീൻ്റെ ഫ്രൈൻ്റെ പണിയിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തന്നെ ചെയ്യ്, പിന്നെ ഞാൻ ഇത് പേസ്റ്റെല്ലാം ആക്കിത്തരാം, നിങ്ങൾ ഒന്ന് കൈ ഇതായിട്ട് ഒന്ന് മിക്സ് ആക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഞ്ചി പച്ചമുളക് നമ്മൾ മസാലയൊക്കെ എടുത്തിട്ട് അതേ പിന്നെ നീരുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും പിന്നെ ഉപ്പിൻ്റെ പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ അത് ഇതാക്കിയിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അവർ പിന്നെ അത് ചെയ്തോളും. മീൻ നമ്മൾ അങ്ങനെ ഇട്ടത് കൊടുത്തെങ്കിൽ മിക്സാക്കിയിട്ട് കൊടുത്തെങ്കിലേ മീനിലേക്ക് പിന്നെ ഒരു 10-15 മിനിറ്റിൽ മുളക് പൊടിക്കാനും വേണ്ടിയിട്ട് വെക്കും. ഇതിപ്പോൾ നമുക്കില്ലേ കരിമീനാ എന്തെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു മീനെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് നേരം ഉപ്പെല്ലാം പൊടിക്കാൻ കുറച്ച് നേരം വെച്ച് കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് മത്തീൻ്റെ മുട്ട കിട്ടീന്. മത്തീൻ്റെ മുട്ട കുറച്ച് എടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ എല്ലാം ഒരു കൊതിയായി, കാണുമ്പോഴേക്ക് കുറേ ആയി കിട്ടാത്തത്. പണ്ടെല്ലാം കിട്ടുന്നുണ്ടായിന്, ഇപ്പോൾ ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് വാങ്ങാനാകുമ്പോൾക്ക്. അപ്പോൾ അത് മാർക്കറ്റിൽ പോയെങ്കിലേ മത്തീൻ്റെ മുട്ട അങ്ങനെ പിന്നെ നമ്മളെ ഏട്ടൻ്റെ മുട്ട അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലേ അതെല്ലാം കൊണ്ടുവരും. അതിലേക്ക് ഇതാ ചെറുപ്പുള്ളിയും പിഴിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ അത് മിക്സാക്കുന്ന ആ സൈഡിൽ അവിടെ മിക്സാക്കും. പിന്നെ എൻ്റെ അവിടെ നീരുള്ളി പേസ്റ്റാക്കിയത് അത് നല്ലതുപോലെ അവിടെ ഫ്രൈ ആകുന്നുണ്ട്, പച്ചമുളകെല്ലാം പോകുന്നുണ്ട്. അത് കൈയോളം കുറച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനെല്ലാം ഓരോന്ന് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഞമ്മ ചെല്ലുന്നില്ല മയക്ക് ചിക്കനും ഇറച്ചിയും അത് ഇതെല്ലാം ഒഴിവാക്കിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കില്ലേ മീനും വാങ്ങുക, ഫ്രൈ ആക്കുക, പിന്നെന്താ പത്തിരിയ അതിൻ്റെയൊക്കെ കൂട്ടാൻ അങ്ങനെ ഇതാക്കിയിട്ട് കഴിക്കുമ്പോഴല്ല നല്ലൊരു ചേല്, നല്ല നല്ല ഒരു ആംബിയൻസ്, നല്ലൊരു ഇത് കിട്ടും. നമുക്ക് ഇവിടെ പോകണമെന്നൊന്നുമില്ല, ഹോട്ടലിൽ പോയിട്ട് മീൻ കഴിക്കണോ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ 2 പേരും ഹസ്ബൻഡും വൈഫും ഒത്തുപിടിച്ചെങ്കിൽ എല്ലാം നല്ല ഒരു ഹാപ്പിനെസ് ആവും. നല്ലൊരുമയോട് നല്ല രണ്ടാളും ഇതാക്കിയെങ്കിൽ പണിയെ കിച്ചണിൽ വന്നിട്ട് നല്ല സഹായിച്ചെങ്കിൽ അപ്പുറം ഇപ്പുറം സഹായിച്ചെങ്കിലല്ലേ നല്ല എളുപ്പത്തിൽ പണിയാവും. അങ്ങനെ നല്ല ആവുമല്ലോ, വല്ലാത്തൊരു രസമല്ലേ. ഷോപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പെരയിൽ ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോഴെല്ലാം ഒരു രസമാണ്. അധികം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കും, പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ നീരുള്ളിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്താൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം എല്ലാം പോയിന്. പച്ചമണം നീരുള്ളിൻ്റെ എങ്ങനെ പോകണം, ഇങ്ങനെ അരച്ച് കൂട്ടിയിട്ടാകുമ്പോൾക്ക് മറ്റേ ചാല നീരുള്ളി ഫ്രൈ ആകുമ്പോഴേക്ക് തന്നെ അതിൻ്റെ നല്ല വേറെ തന്നെ ഒരു മണം കിട്ടുന്നില്ല. ഇത് നീരുള്ളി ഫ്രൈ ആകുമ്പോൾ നല്ലൊരു മണമൊന്നും കിട്ടുമെന്ന് ചെയ്യാല, ഇതൊരു വേറെ തന്നെ ഒരു പച്ചമണം തന്നെ തുയ്ക്കും. അങ്ങനെ അത് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പിന്നെ അത് ഇട്ടിട്ട് മൂടിയിട്ട് വെച്ച് പിന്നെ നമ്മൾ സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് തക്കാളിയും ഇട്ടിട്ട് കൊടുക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ട്. അപ്പോൾ നമ്മുടെ നീരുള്ളിയും തക്കാളിയും അങ്ങനെല്ലാം തക്കാളി ഇട്ടിട്ടാ നീരുള്ളിയും പച്ചമുളകും അങ്ങനെല്ലാം അത് ഫ്രൈ ആകുമ്പോഴേക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്കില്ലേ ഫ്രൈ പാൻ വെച്ചിട്ട് കൊടുത്ത് പിന്നെ അത് 10-15 മിനിറ്റായി. അപ്പോൾ വിചാരിച്ച് ഒക്കെ തന്നെ അതിൽ ഇങ്ങനെ ഇപ്പുറത്തത് ഫ്രൈ ആട്ടുന്നിട്ട് അതിൽ ഫ്രൈ പാനിൽ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഇവിടുത്തെ മസാല റെഡി ആവുമല്ലോ. അങ്ങനെ അത് മിക്സാക്കിയിട്ട് വെച്ചത് അപ്പോഴേക്ക് നമ്മളിവിടെ ചെമ്മീൻ ഇടയിൽ ഫ്രൈ ആക്കിയിട്ട് വെച്ചതെല്ലാം തീർന്നുകൊണ്ട് പോകുന്നുണ്ട്. മക്കൾക്ക് ഫ്രൈ ആക്കിയിട്ട് കാണുമ്പോഴേക്ക് അത് പിന്നെ വന്നിട്ട് ഓരോന്ന് മറ്റേ സ്നാക്സ് തിന്നുമ്പോൾ അത് എടുത്തിട്ട് തിന്നുകൊണ്ട് പോയിക്കൊണ്ട് നിന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ പിന്നെ എല്ലാവർക്കും എണ്ണീട്ട് ഇങ്ങനെ ചെമ്മീൻ മസാല ചെയ്ത് തരുമെന്നെല്ലാം പറഞ്ഞിട്ട് പിള്ളേരെ എങ്ങനെ ഇതാക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആക്കാൻ വെച്ച് പിന്നെ അതിൻ്റെ മുട്ടയും ഉണ്ടായിട്ട് അത് ആ സൈഡ് ഒന്ന് ഇട്ടിട്ട് കൊടുത്ത് അപ്പോഴേക്ക് നമ്മൾ മസാലേൻ്റെ പച്ചമണം എല്ലാം മാറിത്തമ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ തക്കാളി ഇട്ടിട്ട് കൊടുത്ത്. തക്കാളി ഇട്ടിട്ടും അങ്ങനെ കുറച്ച് നേരം നല്ലതുപോലെ വേണം എന്ന് നമുക്കില്ലേ മീനിൻ്റെ മസാല ഉണ്ടാക്കുന്നെങ്കിലേ
നമുക്ക് ഒന്നും കണ്ടുകൂടാ, എന്തില്ലെങ്കിൽ തക്കാളി പച്ചമുളക് ഇതൊന്നും കണ്ടുകൂടാ. വെറും ഒരു ഗ്രേവി മാത്രമാണ് മസാലയ്ക്ക് മീൻ്റെ. നമുക്ക് ചിക്കൻ ആകുമ്പോൾക്ക് അത് പ്രശ്നമല്ല, അത് കണ്ടങ്ങൊന്നും. ഇതില്ലെങ്കിൽ നമുക്ക് വെറും ഒരു മസാല കഴിക്കും പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെമ്മീൻ്റെ അത്ര ചേലുണ്ടാവില്ല. ഏത് വെക്കും മീൻ നമ്മൾ ഏത് മസാല ആക്കുമ്പോഴല്ല നല്ല നമ്മൾ ഗ്രേവിയില്ല നല്ലതുപോലെ വേണം. പിന്നെ അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. മസാല നല്ല തിക്കിലുണ്ട മസാല അല്ലേ, ഇതിലേക്ക് ഒരു ബോള് നല്ലതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ തളിച്ചാൽ മതി, അങ്ങനെ ചൂടായാൽ മതി. ചൂടാകുമ്പോൾക്ക് പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയത് വെച്ചിട്ടുണ്ട് ചെമ്മീനെല്ലാം ഇതിൽ മസാലയൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലില്ലേ എന്തോ അങ്ങനെ മസാലപ്പൊടി അങ്ങനെ ഇങ്ങനെ ഒന്നും ചേർത്തൊന്നുമില്ല. ഞാൻ പൊതുവെ അങ്ങനെ മീൻ മസാലയൊക്കെ ഒന്നുമില്ല, അങ്ങനെ ഗരം മസാല ഒന്നും ചേർക്കൊന്നും ചെയ്യാറ്. ഞാൻ ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് ഗരം മസാല മാത്രം ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ ഈ മസാലയൊക്കെ അങ്ങനെ ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഇതാക്കിയത് തന്നെ. അത് നമുക്ക് ആവശ്യമില്ല, മീൻ മസാല ആകുമ്പോഴേക്കില്ല മീനിൻ്റെ തന്നെ ഒരു ഫ്ലേവർ കിട്ടേണ്ടേ മസാലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ടാണ്. അങ്ങനെ ഇതാ ചെമ്മീൻ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് കുറേ നേരം ഇങ്ങനെ ഗ്യാസിൽ വെക്കണ്ടൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ മല്ലിച്ചപ്പല പുതിനയില അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കരിച്ചപ്പല ഉണ്ടെങ്കിൽ കരിച്ചപ്പല ഇട്ടിട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇങ്ങനെ മല്ലിച്ചപ്പല ഉണ്ടായില്ല, അത് പിന്നെ നല്ലതുപോലെ ഞാൻ ഇട്ടിട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ അതെല്ലാം ആയി, മീൻ ഫ്രൈയും എല്ലാം ആയിട്ട് പിന്നെ നമ്മൾ ചോറ് ദമ്മിടാലിട്ട് ഇപ്പം ഞാൻ പെട്ടെന്നാവാനും വേണ്ടിയിട്ടില്ല കുക്കറിൽ ചോറെടുത്തിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ ഫുള്ള് ഇങ്ങനെ കൂക്കിയിട്ടാണ്. കുറച്ച് കൂക്കുമ്പോൾ ഞാനത് ബന്ധാക്കിയിട്ട് വെച്ച് പിന്നെ ഒരു വെള്ളം ടൈപ്പിൽ ചോറ് കിട്ടിയെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല കറക്റ്റ് ദമ്മിട്ട പോലെ ഉണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് നമ്മൾ ചോറ് വേനാട്ടി മുന്നേ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് മുകളിലുണ്ടാകുന്നില്ലേ, ചോറിൻ്റെ വെള്ളം ഇങ്ങനെ മുകളിലുണ്ടാവില്ല, അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് ദമ്മിടണം. അപ്പം നമ്മളെ ചോറില്ലേ നല്ല ഇങ്ങനെ ഒറ്റ ഉതിര പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലോണം ചോറ് വെന്തതിന് ശേഷമില്ലേ എപ്പോഴും നമ്മൾ ദമ്മിടാൻ പാടില്ല. കുറച്ച് പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം വറ്റാന്നാകുന്ന സമയമില്ലേ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ദമ്മിട്ടിട്ട് കൊടുക്കുക. നമുക്ക് നല്ല അടിപൊളി ചോറാവും. അങ്ങനെ ഞങ്ങളെ ചോറെല്ലാമായി. അങ്ങനെ കിച്ചണും നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് വന്നിട്ടായിട്ട് എല്ലാവരും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരാൾ കിച്ചണിലേക്ക് ഇങ്ങനെ ഞാൻ ഫുഡാക്കുമ്പോൾ വന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വാ, പിന്നെ വീഡിയോയിൽ വരുമ്പോൾ ഡ്രസ്സെല്ലാം ഇടണോ അല്ല പാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ട് നിന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ചോറും ഇവിടെ റെഡിയായി. അങ്ങനെ കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി അപ്പോഴേക്ക് ഹസ്ബൻഡ് സലാഡും പിന്നെ ഫ്രൈ എല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് പോയിന്. പിന്നെ വന്നിട്ടായിട്ട് നിസ്കരിച്ചിട്ടായിട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.